ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിചിന്തനം നമ്മളിന്ന് നടത്തുകയാണ്. നമുക്കിഷ്ടം നമ്മൾ നടത്താറുള്ളത് ആചാര നോമ്പ് അല്ലെങ്കിൽ കള്ളനോമ്പ് അതൊക്കെയാണോ എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് വ്യക്തികൾ നോമ്പ് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ അനുഗ്രഹപ്രദമാകുന്ന രീതിയിലുള്ള നോമ്പ് നോക്കാറുണ്ടോ, അതോ ഒരു ആചാര നോമ്പായിട്ട് അത് ഒതുങ്ങിപ്പോകാറുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 22:14 വായിച്ചാൽ, മത്തായി 22:14 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിളിക്കപ്പെട്ടവർ വളരെ, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. 72 പേര് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ, അതുപോലെ തന്നെ 12 അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. വിളിക്കപ്പെട്ടവരോ വളരെയേറെ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 6:5 വചനം വായിച്ചാൽ, യേശുവിനെ കേട്ടത് വലിയ ജനാവലി, അവനെ കേൾക്കാൻ ജനക്കൂട്ടം അവൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടുന്ന പല രംഗങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ അവനെ അനുഗമിച്ച് എത്ര പേരുണ്ട്? കുരിശുമരണം വരെ അവനെ അനുഗമിച്ച് മരണാനന്തരവും അവനെ അനുഗമിക്കാൻ പറ്റിയ എത്ര പേരുണ്ട് ഈ ആൾക്കൂട്ടത്തിൽ? മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, അപ്പം ഭക്ഷിച്ചവർ ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷെ ഒപ്പം നിന്നവരെത്ര പേരുണ്ടായിരുന്നു? അപ്പം ഭക്ഷിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. യോഹന്നാൻ 6:60 മുതൽ വായിക്കുമ്പോൾ ഒരു കാര്യം അവിടെ പറയപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. കുറേ പേര് പറഞ്ഞു, ഒരു വലിയ ജനാവലി പറഞ്ഞു, ഇത് കഠിനമാണ്, ഇവനീ പറയുന്നത് എടുക്കാനും ജീവിക്കാനും എളുപ്പമല്ല. അതുകൊണ്ട് അവനെ വിട്ടുപോകുന്ന ജനത്തെ കാണാൻ സാധിക്കും. ജനാവലി ഒരുമിച്ച് കൂടി അവസാനം നോക്കിയപ്പോഴത്തേക്കും ഏതാനും പേരേ ഉള്ളൂ യേശുവിൻ്റെ കൂടെ നിന്നവർ. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നോമ്പ് ആചരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, നോമ്പാചരണം. പക്ഷേ ശരിയായ രീതിയിൽ ദൈവത്തിന് പ്രീതികരമാകുന്ന രീതിയിൽ ആ നോമ്പാചരണം നടത്തുന്ന എത്ര പേരുണ്ടാവും ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ആചാരങ്ങൾ, നല്ല ആചാരങ്ങൾ നല്ലത് തന്നെയാണ്, നല്ല ആചാരങ്ങൾ. ഇനി നോമ്പാചരിക്കുന്നതും നല്ലതാണ്, പക്ഷെ അത് കൂടുതൽ ഫലപ്രദമാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ലൂക്കാ 2:21 മുതൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ പരിച്ഛേദനം, ദേവാലയ സമർപ്പണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആചാരങ്ങൾ അവരെ അനുഷ്ഠിക്കുന്നത് കാണാൻ പറ്റും. ഇനി ആ കുടുംബം ആചാരങ്ങളിൽ നിന്നും അവയെ എതിർക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്തില്ല. 2-ാം അധ്യായം ലൂക്കാ 2:41 മുതൽ വായിച്ചാലോ, ആണ്ടുതോറും ജെറൂസലേമിൽ പോകുന്ന ഒരു സമ്പ്രദായം, ഒരാചാരം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് പതിവ് പോലെ അത് അവർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മർക്കോസ് 7:13 കർത്താവ് ഒരു നിർദ്ദേശം തരുന്നുണ്ട്. നീ പാരമ്പര്യത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് ദൈവവചനം നിരർത്ഥകമാക്കരുത്. വചനത്തെ നിരർത്ഥകമാക്കുന്ന രീതിയിലുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളോ പാരമ്പര്യവാദങ്ങളോ അത് വേണ്ട എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട്, ഈ നോമ്പുകാലം ശരിയായ രീതിയിൽ നോമ്പ് ആചരിക്കാൻ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. കള്ളനാണയം ഉപേക്ഷിക്കണം, നല്ല നാണയം സമ്പാദിക്കണം. ഇത് രണ്ടും നടത്തുമ്പോഴാണ് നോമ്പ് നോമ്പായിട്ട് മാറുക. കള്ളനാണയങ്ങൾ മത്തായി 13:44 വായിക്കുമ്പോൾ ദൈവരാജ്യം അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്ന എന്തിനോടാ? ഒരാൾ വയലിൽ ഒരു നിധി കണ്ടെത്തി, അപ്പോൾ അവൻ പോയി അവനുണ്ടായിരുന്ന എല്ലാം വിറ്റിട്ട് ആ സ്ഥലം വാങ്ങി. കാരണം അവിടെ നിധി ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. നല്ല നാണയം, അതൊരു നല്ല വിലപിടിപ്പുള്ള ഒരു വജ്രം കണ്ടെത്തിയപ്പോൾ വ്യാപാരി ചെയ്തെന്താ? ബാക്കിയെല്ലാം വിറ്റിട്ട് ഇത് സ്വന്തമാക്കി എന്ന് പറഞ്ഞ പോലെ നല്ല നാണയം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. യേശുക്രിസ്തുവിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി അത് കണ്ടെത്തി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് കൊളോസസ് 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. സങ്കീർത്തനം 119 113 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, കപടഹൃദയം കർത്താവ് വെറുക്കുന്നു. കപടഹൃദയം, കള്ളനാണയത്തെക്കുറിച്ചാണ്. കപടഹൃദയം കർത്താവ് വെറുക്കുന്നു. നമുക്ക് ദൈവത്തിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. മത്തായി 23:23 വായിച്ചാലോ, കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം. അവർ കുറേ ഷോയൊക്കെ കാണിച്ചു, കാപഠ്യത്തിൽ അവർ ജീവിച്ചു, നിങ്ങൾക്ക് ദുരിതം എന്നാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി 23:28 വായിച്ചാൽ, നല്ലവരായി അവർ കാണപ്പെടുന്നു. ഈ നോമ്പുകാലത്തെ ആചരണങ്ങളിലൂടെ നമുക്കും വേണം ചെയ്യാവുന്നതാണ്. നല്ലവരായി കാണപ്പെടുന്നു, ഉള്ളിൽ കാപഠ്യവും അനീതിയുമാണ്. അത് തിരുത്താതെ കണ്ട് ഇങ്ങനെ ഷോ കാണിച്ചതിനെയാണ് കർത്താവ് കുറ്റപ്പെടുത്തി സംസാരിച്ചത്. ലൂക്കാ 12:1 വചനം കർത്താവ് തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഫരിസേയരുടെ കാപഠ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിക്കണം. ഉള്ളറിയുന്ന ദൈവത്തിന് അറിയാം നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 തരമുണ്ട്. 2 തരം ഭക്തി. ഇത് രണ്ടും 2 രീതിയിലുള്ളതാണ്.
ഒന്ന് നല്ലതാണ്, ഒന്ന് നല്ലതല്ല. അത് നമ്മൾ തിരിച്ചറിയണം. ആദ്യമായിട്ട് തന്നെ ഒന്നാമത്തെ ഗണമാണ് ബാഹ്യരൂപം നിലനിർത്തി ചൈതന്യം നിഷേധിക്കുന്ന ഭക്തി. പുറമേ നോക്കിയാൽ ഭയങ്കര ഭക്തിയാണ്, പക്ഷേ ചൈതന്യമില്ലാത്ത ഒരു ഭക്തി, ഒരു നോമ്പാചരണം. 2 തീമത്തി 3-ാം അധ്യായം 5-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് 2 തീമത്തി 3-ാം അധ്യായം 5-ാമത്തെ വചനം. അവർ ബാഹ്യരൂപം നിലനിർത്തുന്നു, പക്ഷെ അതിൻ്റെ ചൈതന്യം അവർ ബലി കഴിക്കുന്നു. ആർക്കെല്ലാമാണ്? ഭക്തി ഭാവിക്കാൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭക്തരെന്ന് ഭാവിക്കുന്നു. ആർക്കെല്ലാം ഭക്തരെന്ന് ഭാവിക്കാം? 2 തീമത്തി 3-ന്റെ 2 മുതൽ വായിക്കുമ്പോൾ ഈ 5-ാമത്തെ വചനത്തിന് തൊട്ടു മുമ്പുള്ള വചനഭാഗം എടുത്താൽ മതി. സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികൾ, അഹങ്കാരികൾ, ഗർവിഷ്ഠർ, ദൈവദൂഷകർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, കൃതജ്ഞർ, വിശുദ്ധിയില്ലാത്തവർ, മനുഷ്യത്വമില്ലാത്തവർ, ഒന്നിനും വഴങ്ങാത്തവർ, അപവാദം പറയുന്നവർ, ആത്മനിയന്ത്രണമില്ലാത്തവർ, ക്രൂരന്മാർ, നന്മയെ വെറുക്കുന്നവർ, എടുത്തുചാട്ടക്കാർ, അഹന്തയുള്ളവർ, സുഖഭോഗികൾ. ഒരു വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഭക്തിയുടെ ബാഹ്യരൂപം അവർ നിലനിർത്തുന്നു. അവരെ സൂക്ഷിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് ശരിക്കും നടക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപവസിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള ഒരു കൃപയും അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഭക്ഷണ ക്രമീകരണം നടത്തുന്നതിനകത്തും തെറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ ടൈപ്പ് ഭക്തി എന്ന് പറയുന്നത് യെശയ്യാ 11-ന്റെ 2 വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഭക്തിയുടെ ആത്മാവ് ഉൾക്കൊള്ളുക. ഇവരുടെ ഉള്ളിൽ ആത്മാവാണ്. ഉള്ളിൽ ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവ് പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥമായ ഭക്തി. നമുക്ക് ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാഹ്യഭാവവും അതനുസരിച്ച് മാറും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഭക്താഭ്യാസങ്ങളെക്കാൾ ആചാര നോമ്പിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്തരിക പരിച്ഛേദനം എന്ന് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസസ് 2-ാം അധ്യായം 11-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. ഈ കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്തരിക പരിച്ഛേദനം. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൂടെ. ഈ ഒരു കാര്യം നോമ്പുകാലത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഒരു ആചാര നോമ്പായി മാറാതെ, ഒരു കള്ള നോമ്പായി മാറാതെ നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു നോമ്പാചരണം നടത്താൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം സ്വീകരിച്ച നമുക്കിനി ഇവിടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.